Good afternoon, guys, and welcome to this session. So, in this session, we will actually preparation prepare. So, in this session, we will electrochemistry chapter questions. So, I will select the questions like previous year questions are JEE Main pala session light അല്ലെങ്കിൽ പല ഇയേഴ്സിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തേക്കുന്നത്. കാരണം ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2015 മുതൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആസ് സച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിലും സെയിം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാറില്ല. പക്ഷേ കോൺസെപ്റ്റുകൾ റിപ്പീറ്റഡ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2015 ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അതേ കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം 19-ലാണേലും 20-ലാണേലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം പല സെഷൻസ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു സെഷനിൽ സെയിം കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2020 21 സെഷൻസ് എടുത്തു കഴിഞ്ഞാൽ സെയിം കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് പല സെഷൻസിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് പല ടൈം അല്ലെ പല സെഷൻസിലായിട്ട് ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ അധികം സമയം കളയുന്നില്ല. വിൽ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2015 മാത്രമല്ല, ഇതേ കോൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ 2019 സെഷനിൽ ചോദിച്ചിട്ടുണ്ട്, 2020 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് കോൺസെപ്റ്റുകളൊക്കെ റിപ്പീറ്റിംഗ് ആണ്, ക്വസ്റ്റ്യൻസ് ആസ് സച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിലും സെയിം കോൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ പല ഡിഫറെൻറ്റ് സെഷൻസിൽ ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. നമ്മൾ ഓരോ കോൺസെപ്റ്റ് വെച്ചിട്ട് ആ കോൺസെപ്റ്റ് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിരിക്കും സാധാരണ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി പറയാനുള്ള കാര്യം, നിങ്ങളിപ്പം റിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻസർ റിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെന്നും പെൻസിലും പേപ്പറും എടുത്തിട്ട് ഇരിക്കുക. കാരണം കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടാവും ചില ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും പറ്റുന്നത് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 2 Farad of electricity is passed through a solution of copper sulfate. The mass of copper deposited at the cathode. You are given the atomic mass of 63.5 AMU. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പർ സൾഫേറ്റിന് ഇലക്ട്രോളിസിസ് നടക്കും. അപ്പോൾ കോപ്പർ സൾഫേറ്റിന് ഇലക്ട്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ കോപ്പർ 2+ ആണ്. കോപ്പർ 2+ അല്ലേ, കോപ്പർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കോപ്പർ ഇരിക്കുന്നത് കോപ്പർ സൾഫേറ്റിലാണ്. ഇരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് Cu2+ എന്നാണ് അല്ലേ. അപ്പോൾ Cu2+ എന്നാണ് ആരുണ്ടാവുന്നത്, കോപ്പർ ഉണ്ടാവുന്നത്. അപ്പോൾ Cu2+ എന്ന് കോപ്പർ ഉണ്ടാവണമെങ്കിൽ Cu2+ന് എന്ത് നടക്കണം, Cu2+ന് റിഡക്ഷൻ സംഭവിക്കണം അല്ലേ. അപ്പോഴാണ് എന്താവുക, Cu ആയിട്ട് മാറാം. ഇനി റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ ഒരു മോൾ Cu2+ന് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ എത്ര മോൾ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യണം? Cu2+2 Cu0 ആണ്. ഇറ്റ് ഹാസ് ടു ഗെയിൻ 2 മോൾസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത് അല്ലെ. ഈ റിഡക്ഷൻ റിയാക്ഷൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. Cu2+ 2 ഇലക്ട്രോൺ ഗിവ്സ് കോപ്പർ. നമ്മൾ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആ ഇതിൻ്റെ സ്റ്റോഷിയോമെട്രി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഓൾവേസ് ഇൻ ടേംസ് ഓഫ് മോൾസ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതിയതിൻ്റെ മീനിങ് എന്താണ്? ഒരു മോൾ Cu2+ന് റെഡ്യൂസ് ചെയ്ത് Cu ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോൾ Cu2+ ഗെയിൻ 2 മോൾസ് ഓഫ് ഇലക്ട്രോൺ. ഒരു മോൾ Cu2+ 2 മോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടാണ് കോപ്പറായിട്ട് മാറുന്നത് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോൾ കോപ്പർ 2+ന് റെഡ്യൂസ് ചെയ്തിട്ട് കോപ്പർ ആവാൻ വേണ്ടിയിട്ട് 2 മോൾ ഇലക്ട്രോൺസ് വേണമെന്നാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 1 Farad എന്ന് വിളിക്കുന്നത് അല്ലേ. ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോണിനെയാണ് 1 Farad എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്ര മോൾസ് ഇലക്ട്രോൺസ് ആണ് ഗെയിൻ ചെയ്യുന്നത്? 2 മോൾസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, അല്ലെങ്കിൽ 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, അല്ലെങ്കിൽ 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി ഗെയിൻ ചെയ്തിട്ടാണ് 1 മോൾ Cu2+ എന്തായിട്ട് മാറുന്നത്, കോപ്പർ ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ 1 മോൾ നമുക്കറിയാം കോപ്പറിൻ്റെ വെയിറ്റ് എത്രയാണ്, കോപ്പറിൻ്റെ അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ ഒരു മോൾ കോപ്പറിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് 60. ഒരു മോൾ കോപ്പറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് 63.5 gram ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം തന്നെ നമുക്ക് പറയാൻ പറ്റും 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 63.5 gram കോപ്പർ വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ്.
ഇത് ഇക്വേഷൻ്റെ സ്റ്റോഷിയോമെട്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 63.5 gram കോപ്പർ വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ്. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഗ്രാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വേറെ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് റിയാക്ഷൻ എഴുതിയാൽ തന്നെ മനസ്സിലാവും. 2 Farad ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ 63.5 gram കോപ്പർ ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. കറക്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2015 ആസ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയം ചോദിച്ചിട്ടുണ്ട്. 2019 ചോദിച്ചിട്ടുണ്ട്, 2020 ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജസ്റ്റ് റിയാക്ഷൻ എഴുതാം. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് റിയാക്ഷൻ നമ്മൾ ആദ്യം എഴുതാം, എന്നിട്ട് നമ്മൾ സ്റ്റോഷിയോമെട്രി ബേസിക് കോൺസെപ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Again, this is asked in 2017 ക്വസ്റ്റ്യൻ ആണ് ഇത്. Again, it is asked in 2017 മാത്രമല്ല. Again, this question 2019 2 സെഷനിൽ ഇതേ കോൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടെ ചോദിക്കാറുള്ളതാണ്. നമുക്ക് കുറച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ തരും. എന്നിട്ട് അതിൽ ആരാണ് ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ആരാണ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കുന്നത് കുറച്ച് ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പൊട്ടൻഷ്യലാണ് തന്നതെന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലേ. അപ്പോൾ ഇത് തന്നേക്കുന്നത് Cl- എന്നാണ്. അപ്പോൾ Cl2 Cl- ആവുന്നത് റിഡക്ഷൻ ആണ്, അല്ലേ. അപ്പോൾ ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. അതേപോലെ Cr3+ Cr ആവുന്നത് അഗെയിൻ അത് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. Cr2O7 2-, ദിസ് ഇസ് ഓൾസോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ Cr3+. അഗെയിൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. MnO4- Mn2+ ആയിട്ട് മാറുന്നത് അഗെയിൻ ദാറ്റ് ഈസ് അഗെയിൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് among the following the strongest reducing agent ഏതാണ്. അപ്പോൾ ആരെയാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് നമ്മൾ വിളിക്കണത്? ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അയാളെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വിളിക്കണത്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ആർക്കാണോ ഏറ്റവും എളുപ്പം ഓക്സിഡേഷൻ നടക്കുന്നത്, അല്ലേ, വിച്ച് ഈസ് ഈസിലി ഓക്സിഡൈസ്ഡ്. എളുപ്പത്തിൽ ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അയാളായിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാം. അപ്പോൾ എളുപ്പത്തിൽ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ, ഈസിലി ഓക്സിഡൈസ്ഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത അതിന് ലാർജ് പോസിറ്റീവ് വാല്യൂ ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് തിരിച്ചു പറയാം. ആർക്കാണോ ലാർജ് പോസിറ്റീവ് വാല്യൂ ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് അയാൾക്ക് ഏറ്റവും എളുപ്പം ഓക്സിഡേഷൻ നടക്കും. ഏറ്റവും എളുപ്പം ഓക്സിഡേഷൻ നടക്കുന്ന ആളായിരിക്കും സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ. അപ്പം നമുക്കിനി തന്നിരിക്കുന്ന വാല്യൂ കമ്പയർ ചെയ്തിട്ട് ഏതിനാണോ ലാർജസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റനിൽ തന്നേക്കുന്നതൊക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എഴുതിയാൽ എങ്ങനെ എഴുതാം? Cl- Cl2, അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുമ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 1.36 ആണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഇസ് -1.36 എന്ന് വരും. അതേപോലെ E0 Cr3+, അതിൻ്റെ വാല്യൂ വരിക +0.74 വോൾട്ട് എന്ന് വരും. മൂന്നാമത്തത് E0 Cr3+ Cr2O7 2-, അതിൻ്റെ വാല്യൂ -1.33 വോൾട്ട് ആയിരിക്കും. നാലാമത്തത് E0 Mn2+ MnO4-, അതിൻ്റെ വാല്യൂ -1.51 എന്ന് വരും. അപ്പം ഞാൻ ചെയ്തേക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിനെയൊക്കെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആക്കി മാറ്റി. അപ്പോൾ ഇനി നമുക്ക് കമ്പയർ ചെയ്യാം ഏതിനാണോ ദ ലാർജസ്റ്റ് പോസിറ്റീവ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളത്. അപ്പോൾ ലാർജസ്റ്റ് പോസിറ്റീവ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളത് ഇതിനാണ്, അല്ലേ. ഈ ലാർജസ്റ്റ് പോസിറ്റീവ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ, അതായത് ഈ റിയാക്ഷൻ്റെ പൊട്ടൻഷ്യൽ, ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cr giving Cr3+ +3 ഇലക്ട്രോൺ,
അല്ലേ? ഇതാണല്ലോ ഓക്സിഡേഷൻ. അപ്പോൾ ഇതിനാണ് ലാർജസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളത്. ലാർജസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത് ഈ റിയാക്ഷനാണ് അല്ലേ? അപ്പോൾ ഈ റിയാക്ഷനാണ് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷനാണ് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നതെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് ഇതിൽ ആരായിരിക്കും? ഇതിൽ ഏറ്റവും എളുപ്പം ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണ്? ക്രോമിയത്തിനാണ് ഏറ്റവും എളുപ്പത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ആരാണോ അയാളാണ് സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് ഓക്കെ ക്രോമിയം ആണ് ഇതിലെ സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ്. എഗെയിൻ ഇതിൽ പറ്റുമെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക ആൻസർ. ഇതിനൊന്നും കാൽക്കുലേഷൻ അധികം ഇല്ല. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ തന്നെ പറയാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Now we'll move on to the next question. അടുത്ത question. How long should water be electrolyzed by passing through 100 amperes current so that the oxygen released can completely burn 27.66 gram of diborane? അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാട്ടർ എടുക്കുന്നു. വാട്ടറിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. എത്ര ഇലക്ട്രിസിറ്റി? 100 ആംപിയേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി സർട്ടൺ ടൈം പാസ് ചെയ്യുന്നു. എത്ര സമയം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആക്ച്വലി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വാട്ടറിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് വാട്ടർ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആരെ ഓക്സിഡൈസ് ചെയ്യുക? ഡൈബോറൈനെ ഓക്സിഡൈസ് ചെയ്യുക. അപ്പോൾ ഡൈബോറൈനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 27.66 ഗ്രാം ഓഫ് ഡൈബോറൈനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഓക്സിജൻ വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം അല്ലേ? നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 27.66 ഗ്രാം ഡൈബോറൈനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത്രയും ഗ്രാം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 100 ആംപിയർ കറണ്ട് എത്ര നേരത്തേക്ക് പാസ് ചെയ്യണം? അതാണ് നമ്മളുടെ എയിം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയൊക്കെ എഴുതിയിടണം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് 27.66 ഗ്രാം ഡൈബോറൈനെ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്ന് കണ്ടുപിടിക്കണം. വി ഹാവ് ടു യൂസ് സ്റ്റോഷിയോമെട്രി അല്ലേ? സ്റ്റോഷിയോമെട്രി വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ എഴുതണം അല്ലേ? ഡൈബോറൈൻ്റെ ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഡൈബോറൈൻ ഫോർമുല ഈസ് B2H6 ആണ്. സോ B2H6ന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്സിഡേഷൻ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കമ്പഷൻ റിയാക്ഷൻ ആണ്. B2O3 ഉണ്ടാവും, പിന്നെ H2Oയും ഉണ്ടാവും അല്ലേ? H2Oയും ഉണ്ടാവും. ഇനി നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ B2H6 B2O3 ബോറോൺ ബാലൻസ്ഡ് ആണ്. ഇനി ഹൈഡ്രജൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 3 വാട്ടർ മോളിക്യൂൾ വേണ്ടി വരും അല്ലേ? ഇനി എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 3ഉം ഇവിടെ 3ഉം 6 ഓക്സിജൻ ആറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 O2 മോളിക്യൂൾ വേണം അല്ലേ? 3 O2 മോളിക്യൂൾസ്. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം 1 മോൾ B2H6 റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മോൾസ് ഓഫ് ഓക്സിജൻ വേണം അല്ലേ? ഇതാണ് സ്റ്റോഷിയോമെട്രി പറയുന്നത്. ഇനി നമ്മൾ വെയിറ്റിൻ്റെ ടേമിലേക്ക് ഇതിനെ മാറ്റണം. നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത് 27.66 ഗ്രാം ഓഫ് ഡൈബോറൈൻ എന്നാണ് പറഞ്ഞേക്കണത്. അപ്പം നമ്മൾ ആദ്യം ഡൈബോറൈൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ഡൈബോറൈൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ബോറോണിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 10.8 ആണ്. അപ്പോൾ 2 ബോറോൺ വരുമ്പം 21.6 വരും. പിന്നെ 6 ഹൈഡ്രജൻ വരുമ്പം 27.66. അപ്പോൾ അതായിരിക്കും കറക്റ്റായിട്ട് തന്നിരിക്കുന്ന വാല്യൂ. സോ 27.66 ഗ്രാം ഡൈബോറൈനെ കമ്പഷൻ നടത്താൻ വേണ്ടിയിട്ട് എത്ര ഗ്രാം ഓക്സിജൻ വേണം? 3 × 32 ഗ്രാം ഓക്സിജൻ വേണം അല്ലേ? അതായത് 96 ഗ്രാം ഓക്സിജൻ വേണം. അപ്പം നമ്മൾ എത്ര ഗ്രാം ഓക്സിജനാണ് ഇലക്ട്രോളിസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? 96 ഗ്രാം ഓക്സിജൻ ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കണം. അപ്പോൾ ആ 96 ഗ്രാം ഓക്സിജൻ ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര ടൈം 100 ആംപിയർ കറണ്ട് പാസ് ചെയ്യണമെന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ടൈമാണ് അല്ലേ? ടൈം കണ്ടുപിടിക്കണം. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് വഴി നമുക്കൊരു ഫോർമുലയുണ്ട്. ഫോർമുല എന്താണ്? W = EIT ഡിവൈഡഡ് ബൈ 96,500 അല്ലേ? നമ്മുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. 96,000 നമുക്ക് 96,500 തന്നെ എടുക്കാം. ഫാരഡേസ് കോൺസ്റ്റന്റ് അല്ലേ? 96,500. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം W × 96,500 ഡിവൈഡഡ് ബൈ
ഇ ഇൻറ്റു ഐ. ഇനി ഇതിൽ ഓരോ ടേമും എന്താണ് നമുക്ക് നോക്കാം. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ആണ്. അപ്പോൾ എത്ര വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്? 96 gram ആണ് വേണ്ടത്. 96,500 ഇസ് എ കോൺസ്റ്റന്റ് ഇ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലന്റ് വെയിറ്റ് ഓഫ് ഓക്സിജൻ എന്നാണ് അല്ലേ, ഈക്വലന്റ് വെയിറ്റ് ഓഫ് O2. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം? വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് റിയാക്ഷൻ അറിയണം. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ അല്ലേ. ഇപ്പോൾ വാട്ടറിൽ നിന്ന് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വാട്ടറിന് എന്താണ് നടക്കേണ്ടത്? വാട്ടറിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. O2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. സോ -2 0 ആവുകയാണ് അല്ലേ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. അപ്പോൾ എന്ത് നടക്കണം? അതിന് ഓക്സിഡേഷൻ നടക്കണം അല്ലേ, ഓക്സിഡേഷൻ നടക്കണം. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഇവിടുത്തെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ് അല്ലേ. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിന് -2 നിന്ന് 0 ആയിട്ട് മാറണമെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ ലോസ് ചെയ്യണം? 2 ഇലക്ട്രോണുകൾ അതിന് ലോസ് ചെയ്യണം അല്ല, 2 ഇലക്ട്രോണുകൾ ലോസ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം O2 മോളിക്യൂളാണ് ഫോം ചെയ്യുന്നത്. O2 മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഓക്സിജൻ ആറ്റംസ് കിട്ടണമെങ്കിൽ എത്ര വാട്ടർ മോളിക്യൂൾ എടുക്കണം? 2 വാട്ടർ മോളിക്യൂൾ എടുക്കണം. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ. 4 ഇലക്ട്രോണുകൾ വേണം. സോ ഇതാണ് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. വാട്ടറിലെ ഓക്സിജൻ -2 നിന്ന് 0 ആയിട്ട് മാറിയിട്ട് O2 മോളിക്യൂൾ ഉണ്ടാകുമ്പം 4 moles ഓഫ് ഇലക്ട്രോൺസ് ആണത് ലൂസ് ചെയ്യേണ്ടത് അല്ലേ. 1 mol O2 മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ 4 moles ഓഫ് ഇലക്ട്രോൺ അതിന് ലൂസ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈക്വലന്റ് വെയിറ്റ് എത്രയായിരിക്കും അല്ലേ. ഈക്വലന്റ് വെയിറ്റിന് എന്ത് ചെയ്താൽ മതി? മോളാർ മാസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇ ഈസ് ഈക്വൽ ടു equal to 8. So equivalent mass of oxygen is 8. Sorry. ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടൈം ഇസ് ഈക്വൽ ടു W നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 96 gram ആണ്. ഇക്വലന്റ് വെയിറ്റ് നമുക്ക് കിട്ടി 8. ഇനി എത്ര ആംപിയർ കറണ്ട് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്? വി ആർ പാസിങ് 100 amperes ഓഫ് കറണ്ട്. ഇതൊക്കെ നമ്മൾ SI യൂണിറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ SI യൂണിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇത്രയും സെക്കൻഡ്സ് ആയിരിക്കും, ഇത്രയും സെക്കൻഡ്സ്. പക്ഷെ നമ്മൾ ഓപ്ഷൻസ് നോക്കൂ, എല്ലാം അവേഴ്സിലാണ് അല്ലേ. അപ്പോൾ അവേഴ്സിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിൽ കിട്ടിയ ആൻസറിനെ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മളിതിന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 12 വരും. സോ ഇത് കളയാം. സോ 12 into 965 ഡിവൈഡഡ് ബൈ, ഇതിനെ നമ്മൾ സെക്കൻഡ്സ്, ഇത്രയും സെക്കൻഡ്സ് ആണ്, അതിനെ അവേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 60 into 60 ചെയ്താൽ മതി. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തും? ഈ 100 9.65 എന്ന് എഴുതാം അല്ലേ. 9.65 ഡിവൈഡഡ് ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 കിട്ടും അല്ലേ. 36 ആണ്. 12/36 1/3. സോ 9.65 ഡിവൈഡഡ് ബൈ 3 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3.2. ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ. 3.2 hours. So ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് 3.2 hours ആണ്. 3.2 hours. ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the anodic half cell of lead acid battery is recharged using electricity of 0.05 Faraday. Okay, അപ്പോൾ നമ്മളിവിടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിനെ റീചാർജ് ചെയ്യണം. എത്ര ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട്? 0.05 Faraday ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യാണ്. The amount of lead sulfate electrolyzed in gram during the process is, എത്ര ഗ്രാം ലെഡ് സൾഫേറ്റ് ഇലക്ട്രോലൈസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ ആദ്യം ചെയ്ത ആ ക്വസ്റ്റിൻ്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റൻ ആണ്. അഗെയിൻ ദ സെയിം കോൺസെപ്റ്റ് ഇസ് റിപ്പീറ്റഡ് ഹിയർ. പക്ഷെ ചെറിയൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്നാണ്. അപ്പം നമ്മൾ ഒരു ബാറ്ററി അത് വൺസ് അത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളറിയാം ലെഡ് PbO2 PB ഇതൊക്കെയാണ് നമ്മൾ അവിടെ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേസിക്കലി നമുക്ക് ലെഡ് സൾഫേറ്റ് ആണ് കിട്ടുന്നത് അല്ലേ. ലെഡ് സൾഫേറ്റ് ഒരു പ്രൊഡക്റ്റായിട്ട് വരികയാണ് എപ്പോൾ? ഡ്യൂറിങ് ദ ഡിസ്ചാർജിങ് ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ എന്താണ് നടക്കേണ്ടത്? ലെഡ് സൾഫേറ്റിന് ഇലക്ട്രോളിസിസ് നടക്കണം അല്ലേ. ലെഡ് സൾഫേറ്റിന് തിരിച്ച് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണം. കാരണം
ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ലെഡ് സൾഫേറ്റ് പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യും. ഇനി ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ലെഡ് സൾഫേറ്റ് തിരിച്ചിട്ട് എന്തായിട്ട് മാറണം? PbO2 ഒക്കെ ആയിട്ട് മാറണം അല്ലേ. അപ്പോൾ PbSO4-നാണ് ഇവിടെ റിയാക്ഷൻസ് നടക്കാൻ പോകുന്നത്. കാരണം PbSO4 is formed as a product during discharging of lead storage battery. ഇനി ചാർജിങ് നടക്കുമ്പം ഈ ലെഡ് സൾഫേറ്റിലാണ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കേണ്ടത്. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ആനോഡിക് ഹാഫ് സെല്ലിലെ റിയാക്ഷനെ റീചാർജ് ചെയ്യാനാണ്. ആനോഡിക് ഹാഫ് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഒബിയസ്ലി ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ PbSO4-ന് ഓക്സിഡേഷൻ നടക്കണം. PbSO4-ന് ഓക്സിഡേഷൻ നടന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? Pb4+ അല്ലെ, Pb2+ ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്ക് ബേസിക്കലി കിട്ടാൻ പോകുന്നത് PbO2 ആയിരിക്കും. PbO2-ൽ ബ്ലഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +4 ആണ്. അപ്പോൾ Pb+4 ആയിട്ട് മാറും അല്ലേ, Pb4+ ആയിട്ട് മാറും. അപ്പോൾ ഈ റിയാക്ഷൻ എന്താണ്? 2+ നിന്ന് 4+ ആയിട്ട് മാറുകയാണ് അല്ലേ, ഓക്സിഡേഷൻ ആണ്. അതിനെന്ത് സംഭവിക്കണം അല്ലേ, ആനോഡിക് ഹാഫ് സെല്ലാണ്. അപ്പോൾ ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്. എത്ര മോൾസ് ഇലക്ട്രോൺ ലോസ് ചെയ്യണം? 2 moles ഓഫ് ഇലക്ട്രോൺ അല്ലേ ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ സ്റ്റോഷിയോമെട്രി പഠിക്കുമ്പം അല്ലേ, കോപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? 1 mol ലെഡ് സൾഫേറ്റിന് ഓക്സിഡേഷൻ നടന്ന് 1 mol Pb4+ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എത്ര മോൾ ഇലക്ട്രോൺ ലോസ് ചെയ്യണം? 2 moles ഓഫ് ഇലക്ട്രോൺ ലോസ് ചെയ്യണം. അല്ലെങ്കിൽ 2 farad ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, 2 farad ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ 2 farad ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മോൾ ലെഡ് സൾഫേറ്റിന് ഓക്സിഡേഷൻ നടക്കും? 1 mol ലെഡ് സൾഫേറ്റ് അല്ലേ, 1 mol ലെഡ് സൾഫേറ്റ്. 1 mol ലെഡ് സൾഫേറ്റിന്റെ വെയിറ്റ് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 303 gram. 303 gram. 2 farad ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ 303 gram. അത്രയുമാണ് അവിടെ ഇലക്ട്രോളിസിസ് നടക്കുന്നത്. 303 gram ലെഡ് സൾഫേറ്റിന് ഇലക്ട്രോളിസിസ് നടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും ഇലക്ട്രിസിറ്റി ഒന്നും പാസ് ചെയ്യുന്നില്ല. നമ്മൾ എത്ര ഇലക്ട്രിസിറ്റി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ? 0.05 farad ഓഫ് ഇലക്ട്രിസിറ്റി മാത്രമേ ഇവിടെ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 0.05 farad ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലെഡ് സൾഫേറ്റ് ഇലക്ട്രോലൈസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ 2 farad പാസ് ചെയ്യുമ്പോൾ ഇത്രയാണെങ്കിൽ 0.05 farad പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? 303 divided by 2 into 0.05 വരും അല്ലേ. അപ്പോൾ ആൻസർ എത്ര വരും? ആൻസർ 15.2 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. സോറി, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7.6 ആണ് കിട്ടുക. നമുക്ക് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.5 അല്ലേ. ഇൻറ്റു 0.5 ആണ്. നമുക്കിപ്പം ഇതിനെന്ത് ചെയ്യാം? 150 1.5 into 0.05 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 7.6 ആയിരിക്കും. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് ലെഡ് സൾഫേറ്റ് ഇലക്ട്രോലൈസ് 7.6 gram ലെഡ് സൾഫേറ്റ് ആയിരിക്കും ഇവിടെ ഇലക്ട്രോളിസിസ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. If the standard electrode potential for a coil is 2 volt, ഇത് 2 volt എന്നാണ്, at 300 Kelvin, the standard electrode potential for a coil എന്നല്ല, actually it is for a cell, it is for a cell, is 2 volt at 300 Kelvin. The equilibrium constant for the reaction Zn solid plus Cu2 plus giving Zn2 plus Cu at 300 Kelvin is approximately. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് തന്ന ഡാറ്റ എന്താണ്? വി ആർ ഗിവൺ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 സെല്ല് തന്നിട്ടുണ്ട്. E0 സെൽ ഇസ് ഈക്വൽ ടു 2 volt എന്ന് വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇസ് 300 Kelvin. ടെമ്പറേച്ചർ ഇസ് 300 Kelvin. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫാരഡേയുടെ വാല്യൂ 96,500 coulomb per mole എടുക്കണം. ആറിൻ്റെ വാല്യൂ 8 joules per Kelvin per mole എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. ഏത് ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലേ. E0 സെല്ലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഫോർമുല ഈസ് E0 സെൽ
is equal to RT by NF ln K. അല്ലേ? ഈ ഫോർമുല നമുക്കറിയാം. E0 cell is equal to RT by NF ln K എന്നുള്ള ഫോർമുല. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. E0 cell നമുക്കറിയാം 2 വോൾട്ട് ആണ്. Rൻ്റെ വാല്യൂ 8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 8. ടെമ്പറേച്ചർ ഇസ് 300 Kelvin. ഇനി ഫാരഡേയുടെ വാല്യൂ 96,500 ആണ്. സോറി 96,000 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണോ നടന്നേക്കുന്നത് അതാണ് എന്നിൻ്റെ വാല്യൂ അല്ലേ? നോക്കിക്കേ, Zn2 പ്ലസ് ആവുകയാണ്. അപ്പോൾ അതിന് 2 ഇലക്ട്രോണുകൾ അത് ലോസ് ചെയ്യും. ആ 2 ഇലക്ട്രോണുകളാണ് ആര് ഗെയിൻ ചെയ്യുന്നത്? Cu2 പ്ലസ് ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ എൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 ഇലക്ട്രോൺസ് ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ln K അല്ലേ? നമുക്ക് ഈ K ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ln K എന്തായിരിക്കും? ln K is equal to 2 into 2 into 96,000 divided by 8 into 300 എന്ന് വരും അല്ലേ? അപ്പം നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എളുപ്പമായിരിക്കും. 4 2 വരും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യും. സോ 960 by 6 വരും അല്ലേ? 960 by 6 എത്രയാണ് വരിക? 160 വരും അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു 160. നമുക്ക് ln K എല്ലാം കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് K. സോ K is equal to e raised to 160 വരും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. e raised to 160 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Again, you are given a cell. In the cell, PT solid H2, HCl, AgCl, Ag. The cell potential is 0.92 volt. നമുക്ക് ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അത് ഈ സെൽ തന്നിട്ടുണ്ട്. ഈ സെൽ is equal to 0.92 volt. ഈ സെൽ is equal to 0.92 volt ആണ്. When a 10 raised to minus 6 molal concentration ആണ് HCl. നമ്മൾ മൊളാലിറ്റി ആണ് ഇവിടെ തന്നേക്കുന്നത്. മൊളാരിറ്റി ആയിട്ട് തന്നെ എടുക്കുക അതിൻ്റെ കോൺസെൻട്രേഷൻ. സോ കോൺസെൻട്രേഷൻ ഓഫ് HCl തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് HCl is equal to 10 raised to minus 6 എന്ന് തന്നിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E0 AgCl ഈ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഒരു പാർട്ടാണ്. ആ സെല്ലിൻ്റെ പാർട്ടായിട്ടുള്ള ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ സെൽ വാല്യൂ തന്നിട്ടുണ്ട്. ഈ സെല്ലിൻ്റെ ഫോർമുല അറിയുള്ളൂ. ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള 1 ലൈൻ ഫോർമുല അറിയാമായിരിക്കും. അതറിയാമെങ്കിൽ പെർഫെക്റ്റ് അത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ്ലി അത് അപ്ലൈ ചെയ്യുന്നില്ല. അതിൻ്റെ ഫോർമുല നമുക്കറിയാം. അത് വെച്ചിട്ട് ഡയറക്റ്റ്ലി ചെയ്യാം. ബേസിക്കലി അതിൻ്റെ ലോജിക്കലി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല നമുക്ക് ഓർമ്മയില്ല എങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല ഈ സെല്ലിൻ്റെ ഫോർമുല നോൺസെറ്റ് ഇക്വേഷൻ അറിയാലോ. ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് നമുക്ക് ഈ വാല്യൂ 0.06 എടുക്കാം ഡിവൈഡഡ് ബൈ n log Q എന്നാണ് അല്ലേ? log Q. അപ്പോൾ നമുക്ക് ഈ സെല്ല് തന്നിട്ടുണ്ട്. E0 സെല്ല് നമുക്ക് അറിയത്തില്ല അല്ലേ? E0 സെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? 2 ഇലക്ട്രോഡിൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിഞ്ഞിരിക്കണം. ബേസിക്കലി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതിൽ ഒരു ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് അറിയത്തില്ല. നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിച്ച് നോക്കാം. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. n നമുക്ക് അറിയാം. n എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. Q ഇസ് റിയാക്ഷൻ കോഷ്യൻ്റ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സെല്ലിൻ്റെ സെൽ റിയാക്ഷൻ എഴുതണം. അപ്പോൾ സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് Q. ആ സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടു നോ ദ വാല്യൂ ഓഫ് n. അപ്പോൾ എല്ലാം ആയല്ലോ. ആരെ മാത്രമേ കിട്ടാണ്ടുള്ളൂ? E0 സെല്ലിനെ മാത്രമേ കിട്ടാണ്ടേ ഉള്ളൂ. അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സെൽ റിയാക്ഷൻ എഴുതാൻ പോവാം. അപ്പോൾ ഒരു സെല്ല് തന്നു കഴിഞ്ഞാൽ എങ്ങനെ സെൽ റിയാക്ഷൻ എഴുതും എന്നുള്ളതാണ്. അപ്പോൾ സെല്ലിന് നമുക്കറിയാം, നിങ്ങളൊരു ഷോർട്ട് ട്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, LOAN അല്ലേ? ലോൺ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ഓക്സിഡേഷൻ അല്ലേ? L ഫോർ ലെഫ്റ്റ്, O ഫോർ ഓക്സിഡേഷൻ, A ഫോർ ആനോഡ്, N ഫോർ നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ചാർജ് എന്നുള്ളത്.
അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ഇതാണ്, ഏത് H2ഉം HClഉം ആണ് ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത്. അപ്പോൾ അതിനാണ് എന്ത് നടക്കണേ, അതാണ് അവിടുത്തെ ആനോഡ്. അവിടെയാണ് എന്ത് നടക്കുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ ആണ്. ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ഹൈഡ്രജനാണ് ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലേ. H2ന് നമുക്ക് ഹാഫ് H2 എന്ന് എഴുതാം. ഓക്സിഡേഷൻ നടന്നിട്ട് H++ ഇലക്ട്രോൺ. അപ്പോൾ ഈ സെല്ലിലെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനാണ് ഇത്. അടുത്തത് കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ കാത്തോഡിലെ ഇലക്ട്രോഡ് ഏതാണ്, സ്പെയറിംഗ്ലി സോല്യൂബിൾ സോൾട്ടിൻ്റെ Agയുടെ സ്പെയറിംഗ്ലി സോല്യൂബിൾ സോൾട്ടും കൂടെയുള്ള ഇലക്ട്രോഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ സെൽ റിയാക്ഷൻ, അതിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക, AgCl plus electron gives Ag plus Cl minus അല്ലേ. ഇതാണ് AgCl Cl minus ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇത് ഗ്യാസ് ആണ്, ഇത് അക്വസ് ആണ്. AgCl is sparingly soluble salt, S ആണ്. Ag again it is solid, Cl minus aqueous. അപ്പോൾ ഇതാണ് ഓക്സിഡേഷനും റിഡക്ഷനും റിയാക്ഷനും. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ സെല്ലിലെ നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നെറ്റ് റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും, ഹാഫ് H2 ഗ്യാസ് പ്ലസ് AgCl solid gives H plus aqueous plus Ag solid plus Cl minus aqueous. നമ്മൾ ആ രണ്ട് ഇലക്ട്രോണുകളെ അപ്പുറം ഇപ്പുറയും ക്യാൻസൽ ചെയ്ത് കളയുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ നെറ്റ് സെൽ റിയാക്ഷൻ എഴുതി നമ്മൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് Nൻ്റെ വാല്യൂ കിട്ടിയോ, N എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് എ റിയാക്ഷൻ ആണ്. അത് എത്രയാണ്, 1 മോൾ ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ Nൻ്റെ വാല്യൂ 1 എഴുതാം. ഇനി വേണ്ടത് Q ആണ്. Qയുടെ വാല്യൂ, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. റിയാക്ഷൻ കോഷ്യൻ്റിൽ ഏതൊക്കെ ടേം വരും, കോൺസെൻട്രേഷൻ ഓഫ് H+ aqueous വരും. Ag സോളിഡ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. കോൺസെൻട്രേഷൻ ഓഫ് Cl minus aqueous ഡിവൈഡഡ് ബൈ H2, നമ്മൾ പ്രഷറാണ് എടുക്കുക H2ൻ്റെ, H2 ഹാഫ്. AgCl നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസിൻ്റെ ആവശ്യമുണ്ട്. ക്വസ്റ്റനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, HClൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ HClൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻6 ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയായിരിക്കും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലെ 10⁻⁻6 ആയിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസും എത്രയായിരിക്കും, 10⁻⁻6 ആയിരിക്കും ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടി. അപ്പോൾ നമ്മൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 10⁻⁻6 ഇൻറ്റു 10⁻⁻6. പ്രഷർ ഓഫ് H2 നമുക്ക് ക്വസ്റ്റനിൽ നോക്കാം, പ്രഷർ എത്ര തന്നേക്കുന്നത്, യെസ് 1 bar ആണ് തന്നേക്കണത്. അപ്പോൾ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല, അത് 1 ആണ്. അപ്പോൾ Q is equal to 10⁻⁻36 അല്ലേ, സോറി 10⁻12. Q is equal to 10⁻12 കിട്ടും അല്ലേ. 10⁻6ൻ്റെ സ്ക്വയർ 2 times 10⁻12. ഇനി അപ്പോൾ നമുക്ക് Q കിട്ടിക്കഴിഞ്ഞു. Q കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ Q ആയി, N ആയി, E സെല്ലായി, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, E0 സെല്ല് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ സെല്ലിൻ്റെ വാല്യൂ ഇസ് 0.92 ഇസ് ഈക്വൽ ടു E0 സെല്ല് നമുക്കറിയത്തില്ല, മൈനസ് 0.06 ഡിവൈഡഡ് ബൈ N. Nൻ്റെ വാല്യൂ 1 ഇസ് ഈക്വൽ ടു log 10⁻12 വരും അല്ലേ. log 10⁻12 എന്ന് വരും. അപ്പോൾ ഇതെന്ത് വരും, നമുക്ക് E0 സെല്ല് കണ്ടുപിടിക്കും അല്ലേ. E0 സെൽ is equal to 0.92 plus 0.06 into log 10⁻12 log 10⁻12 എന്ന് പറഞ്ഞാൽ എന്താ, -12 log 10 ആണ്. സോ ഇൻറ്റു -12 എന്ന് വരും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0.92 മൈനസ് എന്ന് വരും. സോ 12 into 6 is 72, so 0.72 വരും. So which is equal to 0.2 volt അല്ലേ. 0.92 minus 0.72 is 0.2 volt. അപ്പോൾ നമുക്ക് 0.2 volt ആണ് E0 സെൽ എന്ന് കിട്ടി. പക്ഷെ നമുക്ക് E0 സെൽ അല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. സോ E0 സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് എന്നാണ്.
അപ്പോൾ ഇവിടുത്തെ കാത്തോഡ് ആരാണ്? E0 കാത്തോഡ്. കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് E0 AgCl AgCl മൈനസ് E0 ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി ഹൈഡ്രജൻ അല്ലേ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് ഇവിടുത്തെ ആനോഡായിട്ട് വരുന്നത് അല്ലേ. നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. വി നോ ദാറ്റ് ദ വാല്യൂ ഇസ് 0. സോ E0 സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു E0 AgCl AgCl മൈനസ് എന്നാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.2 volt alle. So it is equal to 0.2 volt. So the answer for the question is 0.2 volt. So the correct answer is option 1. Option 1 ആയിരിക്കും ഇതിൻ്റെ correct answer. So we'll move on to the next question. അടുത്ത question. For the cell നമുക്ക് ഒരു ഇലക്ട്രോഡ് മാത്രമേ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ ഇലക്ട്രോഡ് നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണം. Provided the standard electrode potential തന്നിട്ടുണ്ട്. Which cathode will give a maximum value of E0 cell per electron transferred? Okay, നമ്മൾ ഏത് ഇലക്ട്രോഡ് കപ്പിൾ ചെയ്താലാണ് നമുക്ക് മാക്സിമം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലേ, നമുക്ക് മാക്സിമം E0 സെല്ല് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് സെല്ലുകൾ തന്നിട്ടുണ്ട്, രണ്ട് ഇലക്ട്രോഡുകൾ അല്ലേ. അപ്പോൾ ഇവിടെ ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ എഴുതുന്നതാണ് ആനോഡ് അല്ലേ, ലെഫ്റ്റിൽ എഴുതുന്നതാണ് ആനോഡ്, ലെഫ്റ്റ് ആനോഡാണ്. അപ്പോൾ ആനോഡ് ഇതാണ് ആനോഡ് Zn2+. കാത്തോഡ് നമുക്ക് വേറൊരു ഇലക്ട്രോഡ് നമുക്ക് ജസ്റ്റ് ഒരു M2+ എന്ന് എഴുതാം അല്ലേ, ഇലക്ട്രോഡ് ഏതാണ് M2+ എന്ന് എഴുതാം. അപ്പോൾ ആനോഡ് കാത്തോഡ് നമുക്കറിയാം. നമുക്ക് E0 സെല്ലാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. E0 സെല്ലിൻ്റെ വാല്യൂ എന്താണ്? E0 സെൽ ഇസ് E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഇതാണ് ഫോർമുല. E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. അപ്പോൾ നമ്മൾ E0 സെല്ലൊക്കെ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എഴുതണം അല്ലേ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? E0 Zn2+ Zn. സോറി, കാത്തോഡ് നമുക്കറിയില്ല, ആനോഡാണ് നമുക്ക് സിങ്ക് എന്ന് പറഞ്ഞേക്കണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? M മൈനസ് E0 Zn2+ Zn. കാരണം നമ്മളെപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് അറിയത്തില്ല, ഇത് നമ്മൾ ചൂസ് ചെയ്യണം, ഇവിടെ നിന്ന് ചൂസ് ചെയ്യണം. Zn2+ Zn വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. Zn2+ Zn is given as -0.76 ആണ്. സോ E0 Mn+M മൈനസ് -0.76 എഴുതാം. സോ +0.76. നമ്മളിത് ചോദിച്ചേക്കുന്നത് ഏത് ഇലക്ട്രോഡ് എടുത്താലാണ് മാക്സിമം E0 സെല്ല് വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള ഇലക്ട്രോഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം തന്നേക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ തന്നെയാണ് അല്ലേ. ഇത് Au3+2 Au, Ag+2 Ag, Fe3+2 Fe2+, Fe2+2 Fe എല്ലാം തന്നിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. അതിൽ ഏത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ E0 സെല്ല് കിട്ടുക എന്നുള്ളതാണ്. ഓബിയസ് ആണ്. ദ ആൻസർ ഇസ് 1.4 അല്ലേ. 1.4 കൊടുത്താലാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് Au3+ Au എന്നുള്ളതാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ആ ഇലക്ട്രോഡ് നമ്മൾ കപ്പിൾ ചെയ്താലാണ് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് E0 സെല്ല് കിട്ടുക അല്ലേ. 1.4 + 0.76. ഇത് ചെയ്താൽ 0.8 + 0.76 അത്രേ കിട്ടുള്ളൂ. ഇതാണെങ്കിൽ 0.77 + 0.76. അപ്പോൾ ഏറ്റവും കൂടുതൽ E0 സെല്ല് വാല്യൂ കിട്ടുക Au3+ Auമായിട്ട് കപ്പിൾ ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The standard electrode potential E0 and its temperature coefficient for a cell are 2 volt and -5 × 10⁻⁻⁴ volt per Kelvin at 300 Kelvin respectively. The cell reaction is, നമുക്ക് cell reaction തന്നിട്ടുണ്ട്. The standard enthalpy at 300 Kelvin in kilojoule per mole is. നമുക്ക് കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ ദിസ് ഇസ് ബേസ്ഡ് ഓൺ തെർമോഡൈനാമിക്സ് ഓഫ് സെല്ലാണ്. നമുക്കറിയാം ΔH വരുന്ന ഫോർമുല നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫോർമുലയിൽ നിന്നാണ് തുടങ്ങേണ്ടത്.
ഡെൽറ്റ ജി ഓഫ് എ റിയാക്ഷൻ അല്ലേ. ഡെൽറ്റ ജി ഓഫ് എ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഡെൽറ്റ ഇ ഓഫ് റിയാക്ഷൻ ജി കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണല്ലോ. ഇതാണ് നമുക്ക് ഡെൽറ്റ എച്ച് വരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്, ഡെൽറ്റ ആർ എച്ച്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. പ്ലസ് ടി ഡെൽറ്റ ആർ എസ്, ഇതാണ് നമ്മുടെ ഡെൽറ്റ എച്ചിൻ്റെ ഫോർമുല. നമുക്കിനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പിയാണ്. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പോയിന്റ്, വാട്ട് ഇസ് ഡെൽറ്റ ജി സീറോ? ഡെൽറ്റ ജി സീറോയുടെ ഫോർമുല നമുക്കറിയാം, ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെല്ലാണ് ആണല്ലോ. ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. പിന്നെയുള്ളത് ഡെൽറ്റ എസ് സീറോ ആണ്. വാട്ട് ഇസ് ഡെൽറ്റ എസ് സീറോ ഓഫ് എ സെൽ? ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ എഫ് ഡി ബൈ ഡി ടി ഓഫ് ഇ സീറോ സെൽ. ഇതാണ് ഒരു സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ചേഞ്ച്. അവിടുത്തെ ഡി ബൈ ഡി ടി ഓഫ് ഇ സീറോ സെല്ലിനെ വിളിക്കുന്നതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് ദ സെൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യാം, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. സോ ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ പ്ലസ് പറയാം എൻ എഫ് ടി എന്ന് എഴുതാം അല്ലേ, എൻ എഫ് ടി ഡി ബൈ ഡി ടി ഓഫ് ഇ സീറോ സെൽ എന്ന് എഴുതാം. വേണേൽ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എൻ എഫ് ഒക്കെ പുറത്തെടുക്കാം അല്ലേ. വേണേൽ മൈനസ് എൻ എഫ് പുറത്തെടുക്കാം. ഇസ് ഈക്വൽ ടു ഇ സീറോ സെൽ മൈനസ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ സീറോ സെൽ എന്ന് എഴുതാം. സോ മൈനസ് എൻ എഫ് ഇ സീറോ സെൽ പ്ലസ് ടി ഡി ബൈ ഡി ടി ഓഫ് ഇ സീറോ സെൽ എന്ന് വരും. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് എൻ വേണം. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഡ്യൂറിങ് ദ റിയാക്ഷൻ തന്നിട്ടുണ്ട്. Zn2 പ്ലസ് ആവുന്നു 2 മോൾസ് ഓഫ് ഇലക്ട്രോൺ. Cu2 പ്ലസ് ആ 2 മോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ എൻ ഇസ് ഈക്വൽ ടു 2. ഫാരഡേസ് കോൺസ്റ്റന്റ് നമുക്ക് 96,000 എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ സീറോ സെൽ തന്നിട്ടുണ്ടോ നോക്കിയ ക്വസ്റ്റനിൽ? യെസ്, യു ആർ ഗിവൺ ദ വാല്യൂ ഓഫ് ഇ സീറോ സെൽ. ഇ സീറോ സെൽ ഇസ് ഈക്വൽ ടു എത്രയാണ്? 2 വോൾട്ട്. ഇ സീറോ സെൽ ഇസ് 2 വോൾട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ടോ? ടെമ്പറേച്ചർ ഇസ് 300 കെൽവിൻ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. പിന്നെ ഡി ബൈ ഡി ടി ഓഫ് ഇ സീറോ. So d by dt of E0 cell value is minus 5 into 10 raised to minus 4. അപ്പോൾ നമുക്കിത് കാണാനുള്ള എല്ലാ ഡാറ്റയും ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു എഫ് എസ് 96,000 എടുക്കണം. E0 cell is 2. ഇതിൻ്റെ വാല്യൂ മൈനസ് ആണ്, നമുക്ക് പ്ലസ് എഴുതാം. ടെമ്പറേച്ചർ 300 into 5 into 10 raised to minus 4 എന്ന് തന്നിട്ടുണ്ട്. സോ മൈനസ് 2 into 96,000. ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 into 5 15 into 10 raised to minus 2 വരും. 0.515 വരും. സോ 2.15 വരും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ വരുന്നത് 412,800 എന്നാണ് അതിൻ്റെ വാല്യൂ വരിക. അത്രയും ജൂൾസ് ആയിരിക്കും. സോ ദാറ്റ് മച്ച് ജൂൾസ്. നമുക്ക് പക്ഷേ ആൻസർ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കേണ്ടത് we have to find it in kilojoule per mole. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ will be minus 412.8 kilojoule per mole of the reaction വരും. So the correct answer is option 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Lambda m for sodium chloride, HCl and so some salt are given.
തന്നിട്ടുണ്ട് respectively. If the conductivity of 0.001 molar HA is 5 into 10 raised to minus 5 Siemens centimeter inverse, degree of dissociation of HA. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീക്ക് ആസിഡ് ആയിട്ടുള്ള HAയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പ് ഇസ് ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം അറ്റ് എ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ lambda 0 m. അതായത് molar conductivity at a given concentration divided by molar conductivity at infinite dilution. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ഡയലൂഷനിൽ മാക്സിമം molar conductivity വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും. ലാംഡ എമ്മിനെക്കാട്ടിലും ഒരു ഫ്രാക്ഷൻ കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് ദ ആൽഫ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡ എം വേണം, ലാംഡ നോട്ട് എം വേണം അല്ലേ. അപ്പോൾ അത് നമുക്ക് ലാംഡ എം കണ്ടുപിടിക്കാം. ലാംഡ എം നമുക്ക് ഏത് കോൺസെൻട്രേഷനിലാണ് ലാംഡ എം കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ആൽഫ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു കോൺസെൻട്രേഷനിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല അറിയാം, കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ അല്ലേ. ഇതാണ് ഫോർമുല. അപ്പോൾ കാപ്പ എത്രയാണ്? കാപ്പ ഈസ് ഈക്വൽ ടു കാപ്പ തന്നിട്ടുണ്ട് അല്ലേ, കണ്ടക്ടിവിറ്റി 5 into 10 raised to minus 5 Siemens centimeter inverse ആണ് കാപ്പ ഇൻറ്റു 1000 10 raised to 3 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ എത്ര തന്നിരിക്കുന്നത്? കോൺസെൻട്രേഷൻ ഇസ് ഗിവൺ ആസ് 0.001 മോൾ പെർ ലിറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം 10 raised to minus 3 അല്ലേ, 10 raised to minus 3 മോൾസ് പെർ ലിറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? അപ്പോൾ ഇത് 10 raised to 3 ആവും, 10 raised to 6 ആവും, 10 raised to 6 into 10 raised to minus 5 10 വരും. സോ 50 വരും അല്ലേ. 50 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 1 അല്ലേ. 50 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 1. ഇതാണ് ലാംഡ എമ്മിൻ്റെ വാല്യൂ അറ്റ് 0.001 മോളാർ കോൺസെൻട്രേഷൻ. ഇനി കണ്ടുപിടിക്കുന്നത് ലാംഡ 0 എം ആണ്. ലാംഡ 0 എം ഓഫ് എച്ച്, ഈ ആസിഡിൻ്റെ ലാംഡ 0 എം. അപ്പോൾ ഇത് നമ്മൾ കോൾറാഷ്യസ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഡാറ്റ തന്നേക്കുന്നത്. അപ്പോൾ കോൾറാഷ്യസ് ലോ വെച്ചിട്ട് നമ്മൾ എച്ചയുടെ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്ന ഡാറ്റ തന്നേക്കുന്നത് എച്ച് ഉള്ള ഡാറ്റ തന്നേക്കുന്നത് എച്ച് സി എല്ലിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ. എച്ച് സി എല്ലിൻ്റെ നമുക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ആരും കൂടെ ആഡ് ചെയ്യണം, എയുടെയും കൂടെ വേണം. എയുടെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? എൻ എ എന്ന് കിട്ടും അല്ലേ. ലാംഡ നോട്ട് ഓഫ് എൻ എ എ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ നോട്ട് എം ഓഫ് എച്ച് എ അല്ല, കാരണം ഇതിലൊരു ടേമും കൂടെ ഉണ്ടാവും, എൻ എയും സി എല്ലും ഉണ്ട്. അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഏതിൻ്റെയാണ്? എച്ചിൻ്റെയും എയുടെയും മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻ എയുടെയും സി എല്ലിൻ്റെയും സബ്ട്രാക്ട് ചെയ്ത് കളയണം. സോറി. ഓക്കെ, ഇതാണ് നമ്മുടെ ലാംഡ നോട്ട് എമ്മിൻ്റെ ഫോർമുല. അപ്പോൾ എച്ച് സി എല്ലിന് എത്രയാണ് തന്നിരിക്കുന്നത്? എച്ച് സി എല്ലിന് തന്നിരിക്കുന്നത് 425.9 പ്ലസ് എൻ എ എയുടെ തന്നിരിക്കുന്നത് 100.5 മൈനസ് എൻ എ സി എല്ലിൻ്റെ വന്നിരിക്കുന്നത് 126.4. 126.4. നമുക്കിത് ചെയ്തു നോക്കാം. 425.9 പ്ലസ് 100.5 എത്രയായിരിക്കും? 526.4 മൈനസ് 126.4 എത്ര വരും? 400 വരും അല്ലേ. 400. അപ്പോൾ ലാംഡ നോട്ട് എം 400 ആണ്. ജസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ലാംഡ എം ഇസ് ഈക്വൽ ടു 50, ലാംഡ നോട്ട് എം ഇസ് ഈക്വൽ ടു 400 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 5/40 വരും അല്ലേ. 5/40. 5/4 എത്ര വരും? 5/4 is equal to അല്ലേ. So 1.25 into 10 raised to minus 1 വരും. So which is equal to 0.125. Okay, so the correct answer is 0.125 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Yes. Calculate the standard cell potential in volt of the cell in which following reaction take place. നമുക്ക് സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്താണ്? E0 സെൽ. E0 സെല്ലിൻ്റെ ഫോർമുല ഇസ് E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഇതാണ് E0 സെല്ലിൻ്റെ ഫോർമുല. അപ്പം നമ്മൾ ആദ്യം എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം? ഇവിടുത്തെ കാത്തോഡും ഐഡൻറ്റിഫൈ ചെയ്യണം, ആനോഡും ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം ആനോഡ്. ഇവിടുത്തെ ആനോഡ് ആരാണ്? ആനോഡ് നമുക്ക് സെൽ റിയാക്ഷൻ ആണ് തന്നേക്കുന്നത് അല്ലേ. സെൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടുത്തെ ഓക്സിഡേഷൻ റിയാക്ഷനോ റിഡക്ഷൻ റിയാക്ഷനോ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടുത്തെ Fe2+ നടക്കുന്നത് Fe2+ is changing to Fe3+ ആണ് അല്ലേ. Fe2+ is changing to Fe3+. അപ്പോൾ ഈ റിയാക്ഷൻ എന്താണ്? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് അല്ലേ. അപ്പോൾ അത് ഓക്സിഡേഷൻ ആണ് ബൈ ലൂസിങ് 1 ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏത് റിയാക്ഷൻ? ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ Fe2+ ഗിവിങ് Fe3++ ഇലക്ട്രോൺ. ഇനി അപ്പോൾ കാത്തോഡിൽ ഇവിടെ നടക്കുന്നത് Ag is changing to this is basically this is Ag+, so Ag+ is changing to Ag അല്ലേ. Ag+ Ag ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെന്ത് വേണം? അതിന് റിഡക്ഷൻ നടക്കണം അല്ലേ, Ag+ ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ ആനോഡും കാത്തോഡും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തേ. അപ്പോൾ നമ്മൾ E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കും? E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് എന്നല്ലേ. കാത്തോഡ് ആരാണ്? Ag ഇലക്ട്രോഡാണ് കാത്തോഡ്. നമ്മൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഏത് വാല്യൂ എടുക്കണമെന്ന് പറയുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എടുക്കണം അല്ലേ. അതായത് E0 Ag+ Ag അല്ലേ. E0 Ag+ Ag മൈനസ് E0 ആനോഡ് ആരാണ്? Fe2+ Fe3+ ആണ്. ഇതിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ തന്നെ നമ്മൾ എടുക്കണം. സോ Fe3+ Fe2+. ഇത്രയേ ഉള്ളൂ. E0 സെൽ ഇസ് ഈക്വൽ ടു E0 Ag+ Ag മൈനസ് E0 Fe3+ Fe2+. നമുക്ക് നോക്കാം വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടോ എന്ന്. Ag+ Agയുടെ വാല്യൂ തന്നിട്ടുണ്ട്. Ag+ Ag ഇസ് X വോൾട്ട്. പിന്നെ നമുക്ക് വേണ്ടത് Fe3+ Fe2+ൻ്റെ വാല്യൂ ആണ്. അങ്ങനെ ഒരു വാല്യൂ ഇവിടെ തന്നിട്ടില്ല. നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാണ്? Fe2+ Fe തന്നിട്ടുണ്ട്, Fe3+ Fe തന്നിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഈ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്? അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് ആദ്യം തന്നേക്കുന്നത് ഇങ്ങനൊരു വാല്യൂ ആണ്, Fe2+ Fe അല്ലേ. അതായത് Fe2+ എന്തായിട്ട് മാറുന്നു? രണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Fe ആയിട്ട് മാറുന്നു. അതിൻ്റെ E0 നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ E0 എത്ര തന്നേക്കണേ? E0 ഇസ് ഗിവൺ ആസ് Y വോൾട്ട്. അതിൻ്റെ E0 Y വോൾട്ട് ആണ്. പിന്നെ വേറൊരു ഇലക്ട്രോഡും കൂടെ തന്നിട്ടുണ്ട്. അതേതാണ്? Fe3+ൻ്റെ 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Fe ആവുന്ന ആ ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ്റെ പൊട്ടൻഷ്യലും കൂടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് Z വോൾട്ട് അല്ലേ, Z വോൾട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോഡ് ഏതാണ്? Fe3+ Fe2+ ആണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുന്നു, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോഡ് കിട്ടണമെങ്കിൽ Fe3+ Fe2+ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഡു 2 - 1 അല്ലേ. 2 - 1 ചെയ്താൽ മതി. 2 - 1 ചെയ്ത് കഴിഞ്ഞാൽ Fe3+ 3 ഇലക്ട്രോൺ മൈനസ് 2 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ വരും അല്ലേ. അപ്പോൾ ഇവിടെ Fe3+ വരും, പ്ലസ് ഒരു ഇലക്ട്രോൺ വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെയുള്ള -Fe2+ ഈ സൈഡിൽ വരുമ്പോൾ പ്ലസ് Fe2+. അപ്പോൾ നമുക്ക് ഇതിൻ്റെ E0 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് റിയാക്ഷനുകളെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വി മെയ്ഡ് എ ന്യൂ ഇലക്ട്രോഡ് റിയാക്ഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസ് നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പാടില്ല. നമ്മളൊരു സെല്ലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആഡ് ചെയ്തിട്ട് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. പക്ഷേ ഒരിക്കലും രണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ വേറൊരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാൻ പാടില്ല. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ആഡ് ചെയ്തിട്ട് കിട്ടത്തില്ല. അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ അഡീഷനോ അല്ലെങ്കിൽ സമ്മോ ഡിഫറൻസോ ആയിരിക്കത്തില്ല വേറൊരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നതാണ്?
നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുന്ന വേറൊരു ടേം ഉണ്ട് ബേസിക്കലി. അതായത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡെൽറ്റ ജി, അതായത് ഗിബ്സ് ഫ്രീ എനർജി. നമുക്ക് ഇതിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി വാല്യൂ കണ്ടുപിടിക്കാം. വി നോ ദ ഫോർമുല ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്കറിയാം. അപ്പോൾ നമുക്ക് E0 അറിയാം. അപ്പോൾ ഏത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഡെൽറ്റ G0 കണ്ടുപിടിച്ചൂടെ? സോ ഇതിൻ്റെ ഡെൽറ്റ G0 എന്തായിരിക്കും? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ആണ്. എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ് അല്ലേ. മൈനസ് 2F E0 എത്രയാണ്? Y എന്ന് അല്ലേ. മൈനസ് 2FY ആണ് അതിൻ്റെ ഡെൽറ്റ G0. ഇതിൻ്റെ ഡെൽറ്റ G0 എന്തായിരിക്കും? ഇതിൻ്റെ ഡെൽറ്റ G0 ഈസ് മൈനസ്, ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. F Z എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ G0 എന്തായിരിക്കും? ഇതിൻ്റെ ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു, നമ്മൾ എന്താ ചെയ്തേക്കണേ? 2 മൈനസ് 1 എന്നാണ് അല്ലേ ചെയ്തേക്കണേ. അതായത് മൈനസ് 3FZ മൈനസ് 2FY വരും. സോ പ്ലസ് 2FY വരും അല്ലേ. ഇതാണ് ഇതിൻ്റെ ഡെൽറ്റ G0 വാല്യൂ. പക്ഷെ നമുക്ക് ഡെൽറ്റ G0 അല്ലല്ലോ വേണ്ടത്. നമുക്ക് ഡെൽറ്റ G0 ഒക്കെ അല്ല, നമുക്ക് E0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഡെൽറ്റ G0 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് NF E0 which is equal to minus 3FZ plus 2FY എന്ന് വരും. അപ്പോൾ ഈ റിയാക്ഷനിലെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എൻ്റെ വാല്യൂ ഇസ് 1. സോ മൈനസ് FE0 is equal to minus 3FZ plus 2FY എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാം? എഫിനെ ക്യാൻസൽ ചെയ്യാം, മൈനസിനെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ E0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? E0 is equal to 3EZ മൈനസ് 2Y വരും. ഓക്കെ, അപ്പം നമുക്ക് ഏത് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടി? E0 Fe3 പ്ലസ് Fe2 പ്ലസിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വി ഗോട്ട് ഇറ്റ് ആസ് 3Z മൈനസ് 2Y എന്ന് കിട്ടും. 3Z മൈനസ് 2Y. നമുക്ക് ഈ ക്വസ്റ്റനിൽ കണ്ടുപിടിക്കേണ്ടത് സെല്ലിൻ്റെ E0 ആണ്. E0 സെൽ ഇസ് ഈക്വൽ ടു E0 AG പ്ലസ് AG മൈനസ് E0 Fe3 പ്ലസ് Fe2 പ്ലസ്. ഇതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ E0 AG പ്ലസ് AG നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. E0 AG പ്ലസ് AG is X. So this is equal to X minus E0 Fe2 plus Fe3 plus 2 Fe3 plus Fe2 plus is 3Z minus 2Y ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ആൻസർ ആയിട്ട് വരൂ. This is equal to X plus 2Y minus 3Z അല്ലേ. X plus 2Y minus 3Z എന്ന് വരും. So X plus 2Y minus 3Z. So the correct answer is option 3. Option 3 ആയിരിക്കും ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. നിങ്ങൾ NCERT-ൽ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണിത്. ഒന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടക്ടിവിറ്റി ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇത് NCERT-ൽ തന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ NCERT-ൽ തന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. NCERT-ൽ വന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് ആണ്. കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. കണ്ടക്ടിവിറ്റി ബേസിക്കലി ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി ഒരുപാട് ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ വരുന്നൊരു ടേമാണ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി ആക്ച്വലി ഇറ്റ് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അത് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കൂടുകയാണ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷനിലെ നമ്പർ ഓഫ് അയോൺസ് അല്ലെ, കണ്ടക്ടിവിറ്റിക്ക് കാരണം എന്താണ്? അയോണുകളാണ്, ചാർജ് ക്യാരിയിങ് ആയിട്ടുള്ള അയോണുകളാണ്. അപ്പോൾ അയോൺസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി എന്താവും? സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. സോ ബേസിക്കലി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് കുറയുമ്പം അയോണുകളുടെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുക. അയണുകളുടെ കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. സോ ഡിക്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് കണ്ടക്ടിവിറ്റി ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. സോറി.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് തന്നിരിക്കുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് വരുമ്പോൾ രണ്ട് രീതിയിലുള്ള ഇലക്ട്രോലൈറ്റുകളെ പഠിക്കും. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും രണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റും. അതിന് മുന്നേ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ അവിടെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഫോർ 1 mole ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. 1 mole ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി എന്നാണ്. അപ്പോൾ 1 mole ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്. ഇലക്ട്രോലൈറ്റിൻ്റെ എണ്ണം സെയിം ആണോ? കാരണം അത് 1 മോളാണ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡൈല്യൂഷനാണ്. അതിലേക്ക് സോൾവെൻ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോൾവെൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഡൈല്യൂഷൻ നടക്കും. നമ്പർ ഓഫ് മോൾസ് ഓഫ് അയോൺസിൽ എന്ത് നടക്കത്തില്ല? ചേഞ്ച് ഉണ്ടാവത്തില്ല. കാരണം ഫിക്സ്ഡ് ആണ്. ഇറ്റ് ഇസ് ഫോർ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെ വാരി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് HCl. അപ്പോൾ ഇവരുടെ 1 mole സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെ സോഡിയം അയോണിൻ്റെയും ക്ലോറൈഡിൻ്റെ അയോണിൻ്റെയും എണ്ണത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. കാരണം ഇറ്റ് ഇസ് ഫിക്സഡ്. 1 mole ഓഫ് സോഡിയം അയോണും ഉണ്ടാവും, 1 mole ഓഫ് ക്ലോറൈഡ് അയോണും ഉണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോൾവെൻ്റ് ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് വേരി ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ വോളിയം കൂടും. അല്ലെങ്കിൽ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന് സംഭവിക്കും. അത് കുറയും. നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. കാരണം വി ആർ ആഡിങ് സോൾവെൻറ്റ് ഇൻ ടു ദാറ്റ്, വോളിയം ഈസ് ഇൻക്രീസിങ്. സോ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. അപ്പം യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് അയോൺസ് കുറയുന്ന സമയത്ത് അയോണുകൾക്ക് കൂടുതൽ വേഗതയിൽ മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ രണ്ട് അയോണുകളുള്ള കൊളീഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവെല്ല് കൂടും. അല്ലെങ്കിൽ അയോണുകൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് കണ്ടക്ടിവിറ്റി എന്താവും? കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ്. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റി കൂടും. അടുത്തത് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അസറ്റിക് ആസിഡ് പോലത്തെ ഇലക്ട്രോലൈറ്റ് 1 mole എടുത്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല? അയണൈസ് ചെയ്യത്തില്ല. അത് വീക്ക്ലി അയണൈസ് ചെയ്യത്തില്ല. അവിടെ ഒരു ഇക്വിലിബ്രിയം ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ദർ ഇസ് എൻ ഇക്വിലിബ്രിയം. ഇങ്ങനെ. അപ്പോൾ നമ്മൾ 1 mole അസറ്റിക് ആസിഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? 1 mole അസറ്റേറ്റ് അയോണും ഉണ്ടാവില്ല, 1 mole H പോസിറ്റീവ് അയോണും ഉണ്ടാവില്ല. കാരണം അത് വളരെ കുറച്ച് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ. ഇനി അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊല്യൂഷന് ഡൈല്യൂഷൻ നടക്കും, അല്ലേ? അപ്പം നമ്മൾ വേറൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് ഇക്വിലിബ്രിയത്തിൽ, ഓസ്വാൾഡ്സ് ലോ ഓഫ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ വിൽ ഇൻക്രീസ്. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ. അപ്പോൾ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അസറ്റിക് ആസിഡുകൾ എന്തായിട്ട് മാറുകയാണ്? അയോണുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഡൈല്യൂഷൻ നടക്കുമ്പം അയണൈസേഷൻ കൂടും. അയണൈസേഷൻ കൂടുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് കൂടും. നമ്പർ ഓഫ് അയോൺസ് കൂടുമ്പം സംഭവം എന്ത്? കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ കൂടുമ്പം മോളാർ കണ്ടക്ടിവിറ്റി കൂടും. സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും മോളാർ കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ് ഓൺ ഡൈല്യൂഷൻ. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മോളാർ കണ്ടക്ടിവിറ്റി ഓൾവേസ് ഇൻക്രീസസ് വിത്ത് decrease in the concentration of electrons. So that statement is actually correct. Okay. So now coming to the options. First option S1 is wrong and S2 is correct. So that is the answer. Correct answer is option 1. Another question. Given that the standard potential of Cu2 plus Cu and Cu plus Cu are 0.34 volt and 0.522 volt respectively, the E0 of Cu2 plus Cu. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത നേരത്തെ തന്നെ കുറച്ച് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ, അതായത് ആ ഒരു Fe3 plus Fe2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്ത് സെയിം കോൺസെപ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സെയിം കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കുക. ഓരോ കോൺസെപ്റ്റ് വൈസ് നിങ്ങളത് പഠിക്കാം. ക്വസ്റ്റ്യൻ ആസ് സച്ച് റിപ്പീറ്റ് ചെയ്യത്തില്ല, പക്ഷേ കോൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ച കോൺസെപ്റ്റിന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കത്തുള്ളൂ. ഓരോ കോൺസെപ്റ്റും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നത് മാത്രം നമ്മൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഏതാണ്? Cu2 പ്ലസ് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cu ആയിട്ട് മാറുന്നു.
അതിൻ്റെ E0 വാല്യൂ തന്നിട്ടുണ്ട്. E0 is equal to 0.34 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. വേറൊരു ഇലക്ട്രോഡ് ഏതാണ്? Cu പ്ലസ് ടു Cu. Cu പ്ലസ് ഇലക്ട്രോൺ gives Cu. അതിൻ്റെയും E0 വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.522 വോൾട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Cu2 പ്ലസ് ടു Cu, അതായത് ഇതിൻ്റെത് Cu2 പ്ലസ് ഇലക്ട്രോൺ gives Cu. ഇതിൻ്റെ E0 വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ E0 വാല്യൂ, വേറൊരു ഇലക്ട്രോഡിൻ്റെ E0 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് വേറെ 2 ഇലക്ട്രോഡുകൾ അതിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ 2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സേ 1 and 2 ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 1 minus 2. What is 1 minus 2? Cu2 plus electron minus Cu വരും, അത് ഇവിടെ വരുമ്പം Cu plus അല്ലേ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ 2 ഇലക്ട്രോഡുകൾ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 2 ഇലക്ട്രോഡുകളിൽ നിന്ന് മൂന്നാമത്തെ ഒരു ഇലക്ട്രോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പാടില്ല. പകരം നമ്മൾ ഏത് വാല്യൂ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും? ഡെൽറ്റ ജി വാല്യൂ അല്ലേ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ ജി വാല്യൂ എന്തായിരിക്കും? ഡെൽറ്റ G0 is equal to മൈനസ് NF E0 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ N എത്രയാണ്? ഇവിടുത്തെ Nൻ്റെ വാല്യൂ 2 ആണ്. മൈനസ് 2F ഇൻറ്റു E0 is 0.34. നമുക്ക് എഴുതാം. So delta G0 is equal to minus 2F into 0.34, which is equal to minus 0.68F അല്ലേ. മൈനസ് 0.68F വരും. ഇതിൻ്റെ ഡെൽറ്റ G0, ഇതിൻ്റെ ഡെൽറ്റ G0 is equal to ഒരു ഇലക്ട്രോൺ ആണ്, മൈനസ് 1F ഇൻറ്റു 0.522 വരും, which is equal to മൈനസ് 0.522F എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ E0 നമുക്കറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ ഡെൽറ്റ G0 നമുക്കറിയാം അല്ലേ. ഡെൽറ്റ നമ്മൾ എന്താ ചെയ്തേക്കണേ? ഈ ഇക്വേഷന് 1 minus 2 ആണ് ചെയ്തേക്കണേ. ഡെൽറ്റ G0 വാല്യൂ എന്തായിരിക്കും? 1 minus 0.68F പ്ലസ് 0.522F എന്ന് വരും അല്ലേ. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. മൈനസ് 0.158 വോൾട്ട് അല്ലേ. ഡെൽറ്റ G0 is equal to minus 0.158. What is delta G0? Delta G0 is minus NFE ആണ്. സോറി, ഇത്രയും ഫാരഡേ മറന്നുപോയി, നമ്മൾ ഫാരഡേ ആണ് അല്ലേ. മൈനസ് 0.158 ഫാരഡേ, അത്രയും ഫാരഡേ. വാട്ട് ഈസ് ഡെൽറ്റ G0? ഡെൽറ്റ G0 is മൈനസ് NFE ആണ്, മൈനസ് 1F ഇൻറ്റു E0 അല്ലേ. E0 ഏതിൻ്റെ E0? Cu2 പ്ലസ് അല്ലേ. സോ നമുക്ക് എഴുതാം, എഫ് ക്യാൻസൽ ചെയ്ത് പോവും, E0 Cu2 പ്ലസ് Cu പ്ലസ് ഇസ് ഈക്വൽ ടു മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു, എഫും ക്യാൻസൽ ചെയ്തു, 0.158 അത്രയും വോൾട്ട് അല്ലേ. ഇത് യൂണിറ്റ് അല്ല കേട്ടോ, ഈ ഫാരഡേ അത്രയും ഫാരഡേ. ഇവിടെ ഇതിൻ്റെ ഡെൽറ്റ G0 വാല്യൂ ആണ് അത് ഫാരഡേ എന്ന്. അപ്പോൾ ആൻസർ ഇസ് 0.158 volts. So the correct answer is option 1. Option 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. For the given cell Cu solid Cu2 plus with C1 molar concentration, അടുത്ത ഇലക്ട്രോഡ് Cu, this is also Cu2 plus, okay, Cu2 plus with C2 molar concentration, Cu solid. ഒരു സെല്ല് തന്നിട്ടുണ്ട്. ബേസിക്കലി രണ്ട് സെല്ലിലെയും ഇലക്ട്രോഡുകൾ സെയിം ആണ് അല്ലേ. കോപ്പർ Cu2 plus ഇലക്ട്രോഡ് ആണ്, പക്ഷേ രണ്ടിലെയും കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ കോൺസെൻട്രേഷൻ സെൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ. സോ ദിസ് ഇസ് എ കോൺസെൻട്രേഷൻ സെൽ. ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് ഇഫ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി എപ്പോഴാണ് നെഗറ്റീവ് ആവുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജീനെ വി ക്യാൻ റിലേറ്റ് വിത്ത്
EMF of the cell അല്ലേ NF delta G is equal to minus NF E cell എന്നാണ് അല്ലേ delta G is equal to minus NF E cell. അപ്പോൾ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി delta G is നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ delta G നെഗറ്റീവ് ആവണമെങ്കിൽ E cell എന്തായിരിക്കണം? E cell must be positive. So delta G is negative when E cell is positive. Okay, so delta G is negative when E cell is positive. അപ്പോൾ E cell പോസിറ്റീവ് ആവുന്ന കേസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ബേസിക്കലി അപ്പം നമ്മൾ എന്ത് ചെയ്യണം? E cell കണ്ടുപിടിക്കണം അല്ലേ? E cellന്റെ ഫോർമുല എന്താണ്? E cell is equal to E0 cell minus, yeah, we can take it as 0.06 divided by n log Q. അപ്പോൾ നമുക്ക് E0 സെല്ല് വേണം, N വേണം, Q വേണം. അപ്പോൾ E0 സെൽ എന്ന് പറഞ്ഞാൽ എന്താ? E0 സെൽ E0 അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻസ് എഴുതാം. റിയാക്ഷൻ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നതാണല്ലോ ആനോഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ഇതാണല്ലോ ആനോഡ്. ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ആണ്. അപ്പോൾ Cu സോളിഡ് ഗിവ്സ് Cu2+. ആ Cu2+ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? C1 മോളാർ പ്ലസ് 2 ഇലക്ട്രോൺ അല്ലേ? ഇവിടുത്തെ കോൺസെൻട്രേഷൻ C1 മോളാർ. ഇനി കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ റൈറ്റ് സൈഡിൽ എഴുതുന്നതാണ് കാത്തോഡ്. റിഡക്ഷൻ നടക്കും, മാർക്ക് റിഡക്ഷൻ നടക്കും. Cu2+ കോൺസെൻട്രേഷൻ C2 മോളാർ അല്ലേ? അതിനാണ് എന്ത് നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത്. എന്തായിട്ട് മാറും? Cu സോളിഡ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഓവറോൾ റിയാക്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ Cu സോളിഡ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ ബേസിക്കലി Cu2+ വിത്ത് C2 മോളാർ കോൺസെൻട്രേഷൻ ഇസ് ചേഞ്ചിങ് ടു Cu2+ വിത്ത് C1 മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. എന്നിൻ്റെ വാല്യൂ ഇസ് 2Q. Q എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് Cu2+, that is C1 ഡിവൈഡഡ് ബൈ C2. ഇതാണ്. ഇനി നമുക്ക് E0 സെല്ല് വേണം അല്ലേ? E0 സെൽ is equal to E0 cathode minus E0 anode. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാത്തോഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ആണ്. നമുക്കറിയാം ഇവിടുത്തെ കാത്തോഡും ആനോഡും ഒക്കെ എന്താണ്? Cu2+ ഇലക്ട്രോഡ് ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? E0 സെൽ is equal to 0. E0 സെൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരുടെയും വാല്യൂ കിട്ടി. നമ്മൾ ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ E സെൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. E0 സെൽ is 0 minus 0.06 divided by n. N-ന്റെ വാല്യൂ 2 log Q. Q is equal to C1 by C2. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇത് നമുക്ക് 0.03 എന്ന് എഴുതാം. ലോഗ് ഇത് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? C2 by C1. അപ്പോൾ ഈ വാല്യൂ പോസിറ്റീവ് ആവണമെങ്കിൽ, ഈ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ C2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ C1 അല്ലേ? എന്നാലും മാത്രമേ ഈ ലോഗിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ മാത്രമേ ഈ സെല്ലിൻ്റെ വാല്യൂ എന്താവുള്ളൂ? പോസിറ്റീവ് ആവത്തുള്ളൂ. ഈ സെല്ല് പോസിറ്റീവ് ആയാലാണ് ഡെൽറ്റ ജി എന്താവുക? നെഗറ്റീവ് ആവുക. C2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ C1, അല്ലെങ്കിൽ നമുക്ക് എഴുതാം C2 by C1 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1 ആയി അല്ലേ? C2 by C1 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ C2 by C1 ഗ്രേറ്റർ ദാൻ 1 ആവുന്നത് എവിടെയാണ്? ഇവിടുത്തെ C2 by C1 നോക്കൂ. C2 by C1 is equal to √2. √2 is 1.414. സോ ഏതായിരിക്കും ആൻസർ? ഇവിടുത്തെ C2 by C1 is 1/2. ഇറ്റ് ഈസ് ലെസ് ദാൻ 1. C1 C2 ഈക്വൽ ആവാൻ പാടില്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. C2 is equal to √2 C1. ആ കേസിലായിരിക്കും ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The del E by del T of different types of half cells are as follows. Where is the electromotive force? അപ്പോൾ ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണെങ്കിൽ ബേസിക്കലി ആ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ ഇലക്ട്രോഡ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
how is electrode potential varies with temperature. Temperature vary ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ വേരി ചെയ്യുന്നു. ബേസിക്കലി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഐഡിയൽ സെൽ അല്ലെങ്കിൽ ഐഡിയൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കണം. അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറുമ്പോൾ ഒരിക്കലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അങ്ങനെ മാറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വാല്യൂസ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ above half cell would be preferred to be used as reference electrode. അപ്പോൾ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തുണ്ടാവാൻ പാടില്ല, അതിന് ബേസിക്കലി ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് ഇലക്ട്രോഡ് വളരെ കുറവായിരിക്കണം. ഐഡിയലി 0 ആയിരിക്കണം എന്നാണ്. പക്ഷേ ഏതിനാണോ മിനിമം വരുന്നത് അതായിരിക്കും ഒരു നല്ലൊരു റെഫറൻസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കുറവ് വാല്യൂ വരുന്നത് സി ആണ് അല്ലേ. സീനാണ്. ഇറ്റ് ഈസ് 10⁻⁻5 ആണ്. അപ്പോൾ അതുകൊണ്ട് സി ആയിരിക്കും ഒരു റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനായിരിക്കും ഏറ്റവും മിനിമം ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, what would be the electrode potential? It's basically a numerical based question ആണ്, numerical type question ആണ്. What would be the electrode potential for the given half cell reaction at pH is equal to 5? അപ്പോൾ നമുക്കൊരു ഹാഫ് സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ ഹാഫ് സെൽ റിയാക്ഷൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എപ്പം? when the pH is equal to 5. So pH is equal to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH is equal to 5 means concentration of H plus is equal to 10⁻⁻5 അല്ലേ. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. ഓക്കെ, ഏത് റിയാക്ഷൻ ഇതാണ് കണ്ടുപിടിക്കുന്നത്? 2H2O gives O2 plus 4H plus 4 ഇലക്ട്രോൺ അല്ലേ. ഈ റിയാക്ഷൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ റിയാക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 4 ആണ്. 4 ഇലക്ട്രോൺസ് ആണ്. Q എന്താണ്? Q is equal to, so we can say partial pressure of O2 into concentration of H plus raised to 4 divided by H2. H2 ആയിട്ട് നമ്മൾ 1 ആയിട്ടാണ് എടുക്കുക. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് O2 അറ്റ്മോസ്ഫിയർ 1 ബാർ പ്രഷറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 1 ആണ്. Therefore Q is equal to concentration of H plus 10⁻⁻5 raised to 4 which is equal to 10⁻⁻20 അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ Q. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ E ആണ് അല്ലേ. ഇതെന്ത് റിയാക്ഷനാണ്? ഓക്സിഡേഷനാണ് അല്ലേ. ഈ ഓക്സിഡേഷൻ റിയാക്ഷനാണ് വിച്ച് ഇസ് ഈക്വൽ ടു E0 ഓക്സിഡേഷൻ മൈനസ് 0. ആക്ച്വലി നമുക്കത് തന്നിട്ടില്ല. നമുക്ക് ആറിൻ്റെയും ടിയുടെ ഒക്കെ വാല്യൂ തന്ന 8.314 ആണ്. ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് വാല്യൂ വരുന്നത് 0.0591 എന്നാണ്. ഡിവൈഡഡ് ബൈ N log Q. അപ്പോൾ E0 ഓക്സിഡേഷൻ വേണം. നമുക്ക് തന്നിരിക്കുന്നത് E0 റിഡക്ഷൻ ആണ്. അപ്പോൾ E0 ഓക്സിഡേഷൻ എത്രയായിരിക്കും? E0 ഓക്സിഡേഷൻ ഇസ് ഈക്വൽ ടു -1.23 വോൾട്ട് ആയിരിക്കും. സോ -1.23 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 4 log 10⁻⁻20 വരും അല്ലേ. log 10⁻⁻20 വരും വിച്ച് ഇസ് ഈക്വൽ ടു -1.23. ആ മൈനസും മൈനസൊക്കെ പ്ലസ് ആവും. 0.0591 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 20 ഡിവൈഡഡ് ബൈ 4 വരും. ഓർ വിച്ച് ഇസ് ഈക്വൽ ടു -1.23 പ്ലസ് 0.0591 ഇൻറ്റു 5 വരും. ഓക്കെ, ഇൻറ്റു 5 വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് അതിൻ്റെ വാല്യൂ ഞാൻ വാല്യൂ വരുന്നത് -0.9345 എന്ന് വരും. അപ്പോൾ 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്തിട്ടാണ് ചോദിച്ചെങ്കിൽ 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് റൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇസ് -0.93. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് -0.93 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എൻ ഇലക്ട്രോകെമിക്കൽ സെൽ, ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ തന്നിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് SN2 plus by Pb2 plus when this cell attains equilibrium. ഓക്കെ, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പം ഇതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ. ഇക്വിലിബ്രിയത്തിൽ നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇക്വിലിബ്രിയത്തിൽ
ആദ്യം ഈ റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമുക്ക് രണ്ട് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. അതായത് SN gives SN2 plus 2 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാത്തോഡ് എന്താണ്? Pb2 plus 2 ഇലക്ട്രോൺ gives Pb. അപ്പോൾ അതിൻ്റെ നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് SN plus Pb2 plus gives SN2 plus Pb അല്ലേ. ഇതാണ് അതിൻ്റെ നെറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ Q എന്ന് പറഞ്ഞാൽ എന്താണ്? Q is equal to concentration of SN2 plus divided by concentration of Pb2 plus. അപ്പം നമുക്ക് ഈ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്, SN2 plus by Pb2 plus. പക്ഷേ എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയത്തിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഈ റേഷ്യോനെ നമ്മൾ എന്താ വിളിക്കാം? അറ്റ് ഇക്വിലിബ്രിയം അല്ലേ. K equilibrium is equal to concentration of SN2 plus divided by concentration of Pb2 plus അല്ലേ. ഇതാണ് ഇക്വിലിബ്രിയത്തിലുള്ള അതിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും നമുക്ക് E0 സെല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും E0 സെല്ലും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് നമുക്കറിയാം അല്ലേ. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ്? E0 സെൽ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? E0 സെല്ലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇറ്റ് ഇസ് RT by NF ln K അല്ലേ. RT by NF ln K അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2.303 RT divided by NF log K എന്ന് എഴുതാം അല്ലേ. RT by NF. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് which is equal to 0.06 2.303 RT by F was 0.06 divided by N log K. അപ്പോൾ Nൻ്റെ വാല്യൂ എത്രയാണ്? N നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഇസ് ഈക്വൽ ടു 2. പിന്നെ വേണ്ടത് E0 സെല്ലാണ് അല്ലേ. E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കുക? E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് ആണ് അല്ലേ. കാത്തോഡ് ഇസ് ദിസ് വൺ. സോ E0 Pb2 plus Pb minus E0 anode SN2 plus SN അല്ലേ. ഇതാണ് E0 സെൽ. So which is equal to Pb2 plus Pb യുടെ വാല്യൂ തന്നിട്ടുണ്ട്. യെസ്, ഇറ്റ് ഇസ് മൈനസ് 0.13 മൈനസ് SN2 plus SN is minus 0.14. So 0.14 which is equal to 0.01 or it is equal to 10 raised to minus 2 അല്ലേ. ഇതാണ് നമ്മുടെ E0 സെൽ വാല്യൂ. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 10 raised to minus 2. 10 raised to minus 2 is equal to 0.06 divided by n ൻ്റെ വാല്യൂ 2 ആണ് log K or it is equal to 0.03 log K or log K is equal to log K is equal to 10 raised to minus 2 divided by 3 into 10 raised to minus 2 which is equal to 1 by 3. So K is equal to 10 raised to 1 by 3 which is equal to 2.15. Okay. So 10 raised to 1 by 3 is 2.15 ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. കറക്റ്റ് ആൻസർ is 2.15. ഒരു ക്വസ്റ്റനും കൂടെ ചെയ്യാനുള്ള സമയമുണ്ടാവും. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റൻ. അത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഫ്രം സോഡിയം. ഇറ്റ്സ് വർക്ക് ഫംഗ്ഷൻ ഇസ് ഗിവൺ W0 is equal to 2.3 ഇലക്ട്രോൺ വോൾട്ട് is stopped by the output voltage of the cell. നമുക്കൊരു സെല്ല് തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉപയോഗിച്ചിട്ടാണ് ആ ഫോട്ടോ ഇലക്ട്രിക്കിൻ്റെ ഫോട്ടോ കറണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഡിവൈസിൽ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൊട്ടൻഷ്യൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം. അതിനെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സെല്ല് വെച്ചിട്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദ
pH of the aqueous HCl required to stop the photoelectric current from potassium. പൊട്ടാസ്യത്തിൽ നിന്നുള്ള photoelectric current സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഈ സെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൽ എത്ര pH അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ ഉപയോഗിക്കേണ്ട HCl സൊല്യൂഷൻ്റെ pH ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സോഡിയത്തിൻ്റെ കേസിലെടുക്കാം. സോഡിയത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ W0 is equal to 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സെല്ല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടാണ് അതിലെ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം എനർജി ഇൻസിഡൻറ്റ്, ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ ഇൻസിഡൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കെ മാക്സ് എന്നാണ്, മാക്സിമം കൈനറ്റിക് എനർജി. അപ്പോൾ ആ മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണത്, ഓപ്പോസിറ്റ് ഡയറക്ഷന് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും അല്ലേ. സോ W0 പ്ലസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, W0 പ്ലസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇൻസിഡൻറ്റ് എനർജി നമുക്ക് അറിയത്തില്ല, W0 അറിയാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഈ സെല്ല് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ സെല്ല് വെച്ചിട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ നമ്മൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം, ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.06 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി 0.06 ഡിവൈഡഡ് ബൈ n log Q എന്നാണ് അല്ലേ, log Q. അപ്പോൾ ഈ E0 സെല്ല് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെല്ലിൻ്റെ റിയാക്ഷൻ ഏതാണ് അല്ലേ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ആനോഡ് H2ന് ഓക്സിഡേഷൻ നടക്കും, H++ ഇലക്ട്രോൺ ഉണ്ടാവും. കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ AgC നമ്മൾ ഓൾറെഡി എഴുതിയ സെല്ലാണ്, AgCl പ്ലസ് ഇലക്ട്രോൺ gives Ag plus Cl minus. So net reaction is half H2 plus AgCl gives H plus Ag plus Cl minus. അപ്പോൾ ഇതിൻ്റെ n-ൻ്റെ വാല്യൂ is 1. Q is equal to concentration of H plus into concentration of Cl minus pressure of H2 ഉണ്ട്, പക്ഷേ ഇറ്റ് ഇസ് ഗിവൺ ആസ് 1 bar, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോഡിയത്തിൻ്റെ കേസിൽ pHൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, pH is equal to 1. pH 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H plus is equal to concentration of Cl minus which is equal to 10 raised to minus 1. So Q is equal to 10 raised to minus 2. 10 raised to minus 1 into 10 raised to minus 1. So Q is equal to 10 raised to minus 2. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആദ്യം സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഇനി E0 സെല്ല് വേണം. E0 cell is equal to E0 cathode minus E0 anode ആണ്. So E0 cathode AgCl Ag ഇതാണ് ഇലക്ട്രോഡ്, സോ 0.22 ആണ്, മൈനസ് ഹൈഡ്രജൻ ആണ്, സോ 0.22 ആണല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ E0 സെൽ. ഇത് വെച്ച് നമുക്ക് ഈ സെൽ കണ്ടുപിടിക്കാം. സോ ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.06 എടുക്കാം, ലോഗ് Q. So 0.22 minus 0.06 divided by 1 log Q is equal to 10 raised to minus 2. അല്ലേ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.22 പ്ലസ് 0.12 വരും, which is equal to 0.34. അപ്പോൾ ഇത്രയും വോൾട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 0.34 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഇതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസിഡൻറ്റ് എനർജി കണ്ടുപിടിക്കാമല്ലോ. ഈ ഇൻസിഡൻറ്റ് എത്രയായിരിക്കും, ഈ ഇൻസിഡൻറ്റ് സോഡിയത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഇസ് 2.3 ഇലക്ട്രോൺ വോൾട്ട് പ്ലസ് 0.34 ഇലക്ട്രോൺ വോൾട്ട്, സോ വിച്ച് ഇസ് ഈക്വൽ ടു 2.64 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഇൻസിഡൻറ്റ് എനർജി, അതായത് സോഡിയത്തിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എനർജി. അപ്പോൾ ഇതാണ് സോഡിയത്തിൻ്റെ നമ്മുടെ
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ സോഡിയത്തിൻ്റെ ചെയ്തു. പക്ഷെ നമുക്ക് സോഡിയത്തിൻ്റെതല്ല ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് സെയിം കണ്ടീഷനിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഫ്രം പൊട്ടാസ്യം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന HCl-ൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ്റെ pH ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഈ സെല്ല് അറിഞ്ഞിരിക്കണം, എന്നാലും മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ സെൽ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ ഈ സെല്ല് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടാസ്യത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ സെല്ല് കണ്ടുപിടിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. നമുക്ക് ഇൻസിഡൻറ്റ് എനർജി ബാക്കി കണ്ടീഷൻസ് ഒക്കെ സെയിം ആണ്. സോ ഫോർ പൊട്ടാസ്യം ഇൻസിഡൻറ്റ് എനർജി 2.64 തന്നെയാണ്, ബാക്കി കണ്ടീഷൻസ് ഒക്കെ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻസിഡൻറ്റ് എനർജി ഈസ് 2.64 വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടാസ്യത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? പൊട്ടാസ്യത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഇസ് 2.25 ഇലക്ട്രോൺ വോൾട്ട്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2.25 ഇലക്ട്രോൺ വോൾട്ട് പ്ലസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പം അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 2.64 മൈനസ് 2.25 അല്ലേ. ഇത്രയും ആയിരിക്കും പൊട്ടാസ്യത്തിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരിക. സോ അതിൻ്റെ വാല്യൂ വരിക 0.39 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 0.39 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും പൊട്ടാസ്യത്തിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അത്രയും ഇലക്ട്രോൺ വോൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ EMF ഓഫ് സെൽ എത്രയായിരിക്കും? EMF ഓഫ് സെൽ ഇസ് ഈക്വൽ ടു 0.39. അപ്പോൾ നമുക്കിവിടെ ഈ സെല്ല് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഈ സെല്ല് കിട്ടിയിട്ടുണ്ട് 0.39 ആണ്. E0 സെല്ല് സെയിം ആയിരിക്കും, സെയിം സെല്ലാണ്. E0 സെല്ല് 0.22 മൈനസ് 0.06 ഡിവൈഡഡ് ബൈ n ലോഗ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H+A ആയിട്ട് എടുക്കാം. അപ്പോൾ ബേസിക്കലി കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് Cl- എന്താണ്? സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? കോൺസെൻട്രേഷൻ ഓഫ് H+ സ്ക്വയർ എടുത്താൽ മതി. കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ 0.39 മൈനസ് 0.22 is equal to, okay, ഇവിടെ എന്ത് എഴുതാം? 0.06 log concentration of H+. ആ 2നെ നമുക്ക് ഇപ്പോഴത്തെ 2 log concentration of H+ എഴുതാം. സോ 0.39 മൈനസ് 0.22 is equal to 0.17 divided by 0.2 into 0.06 minus log concentration of H+ എന്ന് കിട്ടും. സോ ഈ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് pH. സോ pH is equal to 0.17 divided by 0.12 എന്ന് വരും, അല്ലെങ്കിൽ ഇറ്റ് is equal to 17/12 വരും. ആൻഡ് 17/12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.42 കിട്ടും. ഓക്കെ, 1.42. അപ്പോൾ ഇതിൻ്റെ pH ഓഫ് ദ സൊല്യൂഷൻ 1.42 pH ഉള്ളൊരു സൊല്യൂഷൻ ഇവിടെ എടുത്താലാണ്, അങ്ങനെ ഒരു സെല്ല് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് പൊട്ടാസ്യത്തിൽ നിന്ന് വരുന്ന ഫോട്ടോ ഇലക്ട്രോണിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് pH ഓഫ് ദ സൊല്യൂഷൻ ഹാസ് ടു ബി 1.42. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഇതിലൂടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഇവിടുത്തെ ഡിസ്കഷൻ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ഐ വിൽ ഹെൽപ്പ് യു. ആൻഡ് ഇത് ഫയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.